ശരി, ഞാനൊന്ന് ഡോക്ടർ സുനിൽ പി എസിലേക്ക് പോകുന്നു, ജിയോളജിസ്റ്റിലേക്ക്. ശ്രീ സുനിൽ പി എസ്, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭൂകമ്പമുണ്ടായി, അതിനുശേഷം ഉണ്ടായ വലിയ പ്രളയം, ദുരന്തം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഭൂകമ്പമല്ല ആദ്യം ഉണ്ടായിരിക്കുന്നത്, ഹിമാനികൾ പതിച്ചതാണ്, അതിനുശേഷം ഉണ്ടായ പ്രളയം, അതിനെ തുടർന്നുണ്ടായ ഭൂകമ്പം എന്ന രീതിയിലും വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഒരു മനസ്സിലാക്കൽ എന്താണ്? ഈ നേപ്പാളിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ മഞ്ഞു മൂടിയ മേഖലകൾ, അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം മഞ്ഞ് മൂടിക്കിടക്കുന്ന മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈ ഹിമാലയൻ മേഖല. അവിടെ ഹിമാലയൻ മേഖല എന്ന് പറയുമ്പോൾ നേപ്പാൾ മാത്രമല്ലല്ലോ, അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ്? എന്ത് ഈ ഭൂപ്രദേശത്തിലെ പ്രത്യേകതകളാണ് ഈ ദുരന്തത്തിനിടയാക്കിയത്? നമസ്കാരം. നമ്മളിപ്പം ഈ റസുവ മേഖലയിൽ നേപ്പാൾ ചൈന അതിർത്തിയിലുള്ള റസുവ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മിന്നൽ പ്രളയം, നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് അഥവാ മിന്നൽ പ്രളയത്തെ തന്നെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാം. നമുക്ക് തന്നെ അറിയാം, വെസ്റ്റേൺ ഗൾഫിലും കേരളത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് അതിതീവ്ര മഴ മൂലവും മേഘവിസ്ഫോടനങ്ങൾ മൂലമുള്ള മിന്നൽ പ്രളയങ്ങൾ അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. എന്നാലിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ ഈ മേഖലകൾ, നമ്മൾ ഇപ്പം സ്മൃതി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിലെ ജലസംഭരണികൾ ഐസ് മൂലമുള്ള അന്റാർട്ടിക്കയും ആർട്ടിക്കയും കഴിഞ്ഞാൽ മൂന്നാം ധ്രുവം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിമാലയത്തിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഹിമാനികൾ തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ജലസ്രോതസ്, മൂന്നാമത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതലുള്ള ജലസ്രോതസ്സുകൾ നിലനിൽക്കുന്നൊരു സ്ഥലമാണ് കുടിവെള്ളത്തിനായിട്ടുള്ള ഹിമാനികൾ മൂലമുള്ള ഹിമാലയത്തിൽ. അത് ഇന്ത്യൻ ഹിമാലയമാണെങ്കിലും നേപ്പാൾ ഹിമാലയമാണെങ്കിലും ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം, ഇത്തരം മിന്നൽ പ്രളയങ്ങൾ സംഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേങ്കിൽ ഇപ്പം വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിതീവ്ര മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഹിമാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതേപോലുള്ള അതിതീവ്ര മഴകൾ പോലെ ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ജൂലൈയിൽ 20-ആം തീയതി, അതുപോലെ തന്നെ ഈ ഓഗസ്റ്റിൽ 14-ആം തീയതി ശ്രീനഗർ, നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലുള്ള ശ്രീനഗർ ഭാഗത്ത് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പം നേപ്പാളിൽ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ അറിയാൻ സാധിച്ചത് അവിടുത്തെ അന്തരീക്ഷം, കാലാവസ്ഥയെല്ലാം നിലവിൽ ഇപ്പം സമ്മറാണ്. അവിടെ അതിതീവ്ര മഴയൊന്നും രേഖപ്പെടുത്തിയായിട്ട് ഞാൻ റിപ്പോർട്ടുകളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇപ്പം ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയത്തിൽ ഉണ്ടാകാനുള്ള മൂന്നാമതൊരു കാരണം അതിതീവ്ര മഴയോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനമോ കൂടാതെ ഇവിടെ പല സമയങ്ങളും ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ 5 മാഗ്നിറ്റ്യൂഡ് എബോവുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് അഗെയിൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ പാറകളാണ് വെസ്റ്റേൺ ഗട്ട്സിലുണ്ടെങ്കിൽ, ഇവിടെ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൈസ്മിക്കലി അല്ലെങ്കിൽ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ടുള്ള റീജിയനാണ്. ഇതിൻ്റെ പഴക്കം തന്നെ ഏതാണ്ട് 50 ദശലക്ഷം പഴക്കം മാത്രമേ ഉള്ളൂ. അത് കമ്പയർ ടു വെസ്റ്റേൺ ഗട്ട്സ് വളരെ യങ്ങുമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടി ഉണ്ടാകുമ്പോൾ ഇത്തരം ഹിമാനികൾ ഇടയ്ക്ക് അവിടുന്ന് നമുക്ക് അവിടുത്തെ ഇളകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ സ്ലോപ്പ് പരിഗണിച്ചാൽ ഇളകാനുള്ള സാധ്യതയുണ്ട്. 45 ഡിഗ്രിക്ക് മുകളിലാണ് അവിടുത്തെ മിക്ക സ്റ്റീപ്പായിട്ടുള്ള നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകൾ മൊത്തം. അപ്പം ഇന്നലത്തെ 8:22 മോർണിംഗിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കമ്പയർ ചെയ്തുമ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ മഴയോ അതിതീവ്ര മഴയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇതേ ഒരു സമയത്ത് 4.9 മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ സൈസ്മോളജി NSC മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന റിപ്പോർട്ടുകളിൽ US ജിയോളജിക്കൽ സർവേ ഒക്കെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇത്തരം ഒരു സമയത്ത് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തെങ്കിലും അതൊരു പക്ഷേങ്കിൽ അത് ഭൂകമ്പമായിട്ടുള്ള ഹിമപാതങ്ങൾ അല്ലെങ്കിൽ അവലാഞ്ചസ്, ഐസ് റോക്കും പാറയും ചേർന്നുള്ള അവലാഞ്ചസ് ആൻഡ് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ താഴ്ചയിലേക്ക് പതിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സാധാരണ ഇത്തരം ഐസ് ക്വേക്സ് എന്ന് വേണേൽ അതിനെ നമുക്ക് പറയാം, അന്റാർട്ടിക്കയിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനികൾ അടർന്നു വീഴുമ്പോൾ അതുമൂലം സൈസ്മിക് തരംഗങ്ങൾ അല്ലെങ്കിൽ സൈസ്മിക് വേവ്സ് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അത്തരം തരംഗങ്ങളായിരിക്കാം ഈ 4.9 തീവ്രത രേഖപ്പെടുത്തിയ നമ്മുടെ സൈസ്മോമീറ്റർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പക്ഷേങ്കിൽ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇതൊരു
ഭൂകമ്പം ആ സമയത്ത് നടന്നിട്ടില്ല. പക്ഷേ ഈ ഒരു 4.9 വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് കഠിനമായി അല്ലെങ്കിൽ തീവ്രതയേറിയ ഒരു അവലാഞ്ചസ് അല്ലെങ്കിൽ ഹിമപാതമാണ് സംഭവിച്ചിരിക്കുന്നുള്ളത്. അത് ഈ ഇത്ര മുകളിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം താഴെയുള്ള നദികളിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നമ്മൾ തടാകങ്ങൾ അല്ലെങ്കിൽ ലേക്സിനെ പറഞ്ഞാലും ഹിമാലയത്തിലുള്ള 2 തരത്തിലുള്ള ലേക്കുകളുണ്ട്. ഒന്ന് ഗ്ലേഷ്യർ ലേക്സ് തടാകങ്ങൾ, 2 ടെക്ടോണിക് ലേക്സ് എന്ന് പറയും. ഗ്ലേഷ്യർ ലേക്സ്, ടെക്ടോണിക് ലേക്സ്. ഇവിടുത്തെ ഈ സൈസ്മിക്കലി ആക്ടിവിറ്റി മൂലം 2 സൈഡും ഉയരുകയും ഒരു നടുക്ക് ഭാഗം താഴുന്നതിൻ്റെ പകരമായിട്ട് തടാകങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹിമാനികൾ വന്ന് അടിഞ്ഞ് ചില പ്രദേശങ്ങൾ താഴ്ന്നു പോയിട്ട് അവിടെ തടാകങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കാലക്രമേണ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ മെൽറ്റായിട്ട് ഒരു വലിയ ഒരു ജലസംഭരണി ഉണ്ടാകും. ഇത്തരം അവലാഞ്ചസ് വന്ന് വീഴുമ്പം ഇതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റ്, ഗ്ലോഫ് എന്ന് പറയും. ആ ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ശരി, അരമണിക്കൂർ കൊണ്ടാണ് നദിയിലെ ജലനിരപ്പ് 7 മുതൽ 9 മീറ്റർ വരെ ഉയർന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.